എല്ലാരും കൂടി അവരോട് ഞങ്ങൾ പറഞ്ഞേക്കാം, നോണ കൊണ്ട് നിങ്ങൾ ജയിക്കില്ല, അനുഭവം നിങ്ങളെ തോപ്പിക്കും. കേരളത്തിലെ ജനങ്ങൾ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിൽ ഞങ്ങൾ വീണ്ടും ഭരിക്കും, ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും, സംശയം വേണ്ട. ആ ഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ ഭാവിക്ക് ഒരു വലിയ നേട്ടമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെന്ന് വെച്ചോ, അധികാരം കിട്ടായിരുന്ന നമ്മളെന്താ നാട്ടിൽ വല്ല കുഴപ്പമുണ്ടാക്കുന്നവരാണോ? ഒരിക്കലുമല്ല. അധികാരത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ പോയിട്ടില്ല. എന്നാൽ അവർക്കോ അധികാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ വല്ലാത്ത രോഗാണ്. എന്റെ നാട്ടില് ഒരാൾക്കുണ്ട്, അയാൾക്ക് പണിയില്ലാത്ത ദിവസം ചൊറിച്ചല, ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടും. എന്താ? പണിയില്ലെങ്കിൽ ചൊറിച്ചല. അതുകൊണ്ട് UDF-കാരാ, ചൊറിഞ്ഞ് ഈ നാട്ടിൽ നാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കല്ല. നിങ്ങൾ പറയുന്നതിനെല്ലാം മറുപടി പറയാൻ നിങ്ങളെ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളുടെ മനസ്സുള്ള മുന്നണിയാണ്. നീതിക്ക് വേണ്ടി പോരാടുന്ന, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പാവപ്പെട്ട മനുഷ്യർക്ക് അഭയം നൽകുന്ന ഒരു മുന്നണിയാണ് ആ മുന്നണി മോഷണത്തിന് വഴിയില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്കറിയാലോ, നമ്മളെ തൊട്ടടുത്ത് ഈ പ്രളയം വന്നപ്പം ആ പ്രളയത്തിന് പേരിൽ ഇവര് കൊണ്ടുപോയി ഫണ്ട് പിരിച്ചു. എന്താ നാട്ടിൽ പറഞ്ഞത്? പ്രളയം നടന്ന 3-ാം ദിവസം ഇവർ നാട്ടിൽ പ്രചരണം എന്നറിയോ? അവർ പറഞ്ഞു, ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും. KPCC പ്രസിഡന്റ് കണ്ണൂർക്കാരൻ സുധാകരൻ പറഞ്ഞു, ഒരാളും ഗവൺമെന്റിന് കാശ് കൊടുക്കേണ്ട, വീട് വെച്ചു കൊടുക്കും. ഗവൺമെന്റ് 178 വീടുകൾ വെച്ചു കൊടുത്തു. ബാക്കി വീടുകളെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ വെച്ചു കൊടുത്ത വീടുകളിൽ തന്നെ പണി പൂർത്തിയായില്ലെങ്കിൽ അവിടെ താമസക്കാരായ ആളുകൾക്ക് അവരോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് പണി പൂർത്തിയാകുന്നവരെ എല്ലാ മാസവും കൃത്യമായി കിട്ടാൻ ശമ്പളം തരും. എന്താ ശമ്പളം? 6000 രൂപ ഓരോ വീടിനും വാടക കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ അവരെ ഭക്ഷണ സാധനത്തിന് വേണ്ടിയും ആളെണ്ണി പണം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഇതുവരെ മുടങ്ങിയിട്ടില്ല, മുടക്കൂല്ല. വീട്ടിൽ താമസമാകുന്നവരെ അതങ്ങനെ ഉണ്ടാവും. എന്താ UDF പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ വീട് വെക്കെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതാ വീട് വെച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞു, ഞങ്ങൾ കല്ലിട്ടിട്ടുണ്ട്, അത് രാഹുൽ ഗാന്ധി കണ്ടിട്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, ഇതാ പണി തുടങ്ങിക്കാണും. ആരോട്? TV-കാരോട്. എവിടെയാ പണി തുടങ്ങിയത്? എവിടെ പണി തുടങ്ങി? പിരിച്ച പണമെവിട? എത്ര കാശ് പിരിച്ചു? കേരളത്തിൽ എത്ര കോടി പിരിച്ചോ? ആ പിരിച്ച കോടിയുടെ കണക്കുണ്ടോ? UDF നേതാക്കന്മാർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. അവരൊറ്റ കേസും അവരിതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ വഞ്ചിച്ച ഒരു പ്രസ്ഥാനം ചരിത്രത്തിലില്ല. അതാണ് UDF. അവരെ കയ്യിൽ കേരളത്തിന് ഭരണം കിട്ടിയാൽ എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതും തിന്നും, അതും വിഴുങ്ങും. കാരണം KCB-യുടെ കാലം പറഞ്ഞ പോലെ ഭരണം കിട്ടുമ്പോൾ പണമുണ്ടാക്കാനുള്ള വഴിയല്ലേ, അതും വിഴുങ്ങും. നാട് ഒരുമിച്ച് വിഴുങ്ങാൻ വേണ്ടി ഒരു തരത്തിലുള്ള വിഷമമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് UDF. ആ പ്രസ്ഥാനം വേണമോ? BJP എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ശിഥിലമാക്കുന്ന പാർട്ടിയാണ്. അവർ ഹിന്ദുവേയും മുസൽമാനെയും തമ്മിലടിപ്പിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനമാണ്. അവർ വേണമോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് നമ്മളായി ജീവിക്കാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമ്മൾ ദേവെന്നാ വിളിക്കുക, അതെ, അജിത് കുലാടി നമ്മൾ ദേവെന്നാ വിളിക്കല്. നമ്മൾ ചെറുപ്പത്തിലെ ദേവെന്ന് വിളിക്കുക. ദേവൻ അജിത് കുലാടി, അദ്ദേഹമാണ് സ്ഥാനാർത്ഥി. ചിഹ്നം എല്ലാരും മറക്കരുത്, അരിവാളും നിലക്കതിരുമാണ്. നിങ്ങളുടെ വലിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നമുക്കിവിടെ ജയിക്കണം. ആ ജയം നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ആ ജയം നീതിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ആ ജയം നമ്മുടെ കൂടെയുള്ള കൂടപ്പിറപ്പിന് വേണ്ടിയായിരിക്കണം. ആ ജയത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊന്നുകൂടെ അപേക്ഷിക്കുന്നു. ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.